ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യമ്മി ബോക്സ്. ഇന്നത്തെ ഈസി റെസിപ്പി ഒരു X2 ആണ്. പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഈ X2. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നമ്മുടെ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഈ X2 ഞാൻ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. ഇതാണ് എൻ്റെ പ്രഷർ കുക്കർ. വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് പറയുന്നില്ല. ഓരോന്നും ചേർക്കുമ്പോൾ ഞാൻ പറയാം എന്താണ് ചേർക്കേണ്ടതെന്നും എത്ര ക്വാണ്ടിറ്റി ആണെന്നും. ആദ്യം ഈ പ്രഷർ കുക്കറിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഹോൾ സ്പൈസസ് ആണ് സ്റ്റൂവിൽ ഉപയോഗിക്കുന്നത്. ഹോളായിട്ടുള്ള കുരുമുളക്, ഹോൾ പെപ്പർ, ബേ ലീവ്സ്, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, ഇത്രയും ആദ്യം ഇടുകയാണ്. എല്ലാം ഓരോ ടീസ്പൂൺ വെച്ചാണ് ചേർത്തേക്കുന്നത്. ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത്, നന്നായിട്ട് ഫ്ലേവർ വരാൻ വേണ്ടി. പിന്നെ കറുവാപ്പട്ട 2 സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞ സവാള ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം. പിന്നെ ഇവിടെ തന്നെ ഈ സോസ് പാനിൽ ഞാൻ മുട്ട ബോയിൽ ചെയ്യാനും ഇട്ടിട്ടുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് നിറം മാറുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ല എരിവുള്ള ഒരു പച്ചമുളകും കൂടി ചേർക്കുക. ഇനി ഇതിനകത്തേക്ക് 3 വലിയ ക്യാരറ്റും 3 വലിയ പൊട്ടാറ്റോസും ക്യൂബായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ലൈറ്റായിട്ടുള്ള നമ്മൾ 2 പാലെന്ന് പറയുന്ന തേങ്ങാപ്പാൽ ചേർത്ത് ഒരു 2 കപ്പ് ചേർത്തിട്ട് നന്നായി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ഇപ്പോൾ പ്രഷറെല്ലാം പോയി കുക്കർ തുറന്നു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് 400 ml തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാനിവിടെ ടിൻഡ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്, പക്ഷേ ഫ്രഷാണ് ഏറ്റവും നല്ലത്. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കാം.
അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി എഗ് സ്റ്റൂ ഇവിടെ റെഡിയാണ്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. സ്പൈസസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, വളരെ മൈൽഡാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടിയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഈ വീഡിയോ കണ്ടതിന്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ.